വിഖ്യാത മാർക്സിസ്റ്റ് പണ്ഡിതനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന കെ ദാമോദരൻ്റെ 50-ാം ചരമവാർഷികമാണ് ഈ വർഷം. പല രീതിയിലത് ആചരിക്കപ്പെടുന്നുണ്ട്. 2 ദിവസങ്ങളിലായിട്ട് CPI മലപ്പുറത്ത് വലിയ സെമിനാറുകൾ സംഘടിപ്പിച്ചു. തലശ്ശേരി പോലുള്ള സ്ഥലങ്ങളിൽ സെമിനാറുകളുണ്ട്. ഇനിയും ധാരാളം പരിപാടികൾ വരുന്നുണ്ട്. വിസ്മയകരമായ ഒരു കാര്യം, CPM-കാരും കെ ദാമോദരനെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള സെമിനാറുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കെ ദാമോദരൻ അങ്ങനെ ഒരു വിസ്മരിക്കപ്പെട്ട് കിടന്നൊരു രാഷ്ട്രീയ നേതാവാണ്. വേണ്ടത്ര കെ ദാമോദരൻ്റെ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ടും ഇന്ത്യൻ തത്വചിന്തയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്ന ആശയങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ദാമോദരൻ മുന്നോട്ട് വെച്ച ചില നിരീക്ഷണങ്ങൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് കെ ദാമോദരനെ കാണുന്നത്? തീർച്ചയായും കെ ദാമോദരൻ സത്യത്തിൽ നമ്മൾ ഈ കോഴിക്കോട്ട് നിന്ന് സംസാരിക്കുമ്പോൾ ഈ കല്ലായി ഭാഗത്താണ് ആദ്യത്തെ ചെറിയ പാർട്ടി ഫ്രാക്ഷൻ യോഗം ചേർന്നത്. അഖിലേന്ത്യാ പാർട്ടിയുടെ ഭാഗമായിട്ട് SB ഘാട്ടെ അതിൽ പങ്കെടുത്തു. അതിൽ 4 പേരാണ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നത്. കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു, EMS ഉണ്ടായിരുന്നു, NC ശേഖർ ഉണ്ടായിരുന്നു, കെ ദാമോദരൻ ഉണ്ടായിരുന്നു. ഈ 4 പേരാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സംസ്ഥാന കമ്മിറ്റി എന്ന് പറയുന്ന ഈ ന്യൂക്ലിയസ് ഗ്രൂപ്പിന് ഒളിവിലിരുന്നു കൊണ്ട് വിത്തിട്ടത്. അപ്പോൾ ആ കാലം മുതൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ് കെ ദാമോദരൻ. പക്ഷേ കെ ദാമോദരൻ്റെ സംഭാവനകൾ ഒരു പ്രത്യേക ഘട്ടത്തിൽ വിസ്മരിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. കെ ദാമോദരൻ മാത്രമല്ല, സത്യത്തിൽ NC ശേഖർ എന്താ പറ്റിയത്? ആ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആളാണ് NC ശേഖറിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടായത്. ഒരു നേതാവാണ് അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് ലീഗിൽ കമ്മ്യൂണിസവുമായിട്ട് അതിൻ്റെ പല ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു രീതിയായിരുന്നു. എന്നിരുന്നാലും ആ ആശയങ്ങൾ ആക്ച്വലി ആ സമയത്താണ് തിരുവനന്തപുരത്ത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള മാർക്സിൻ്റെ ജീവചരിത്രം എഴുതിയത്. അങ്ങനെ ഈ ആശയങ്ങൾ വലിയ തോതിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രസരിക്കുന്ന ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന ആളാണ് അദ്ദേഹം. മറ്റൊന്ന് കൽക്കട്ടയിലായിരുന്നു. മോഡേൺ റിവ്യൂ എന്ന് പറഞ്ഞിട്ടൊരു കൽക്കട്ടയിലെ പ്രസിദ്ധീകരണത്തിലാണ് മാർക്സിൻ്റെ മറ്റൊരു ബയോഗ്രഫി വന്നത്. അപ്പോൾ ആ നിലയിൽ ആദ്യം മുതലേ ഈ ആശയങ്ങൾ നമ്മുടെ നാട്ടിൽ പ്രസരിപ്പിക്കാൻ ശ്രമിച്ച ആളുകളിൽപ്പെട്ട ഒരാളാണ് NC ശേഖറായാലും ദാമോദരായാലും. കൃഷ്ണപിള്ള നിർഭാഗ്യവശാൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം അന്തരിച്ചു പോയി, പാമ്പ് കടിച്ച് മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇന്നൊരു ഐതിഹ്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ പ്രധാന ഫോക്കസ് എന്നും യഥാർത്ഥ എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് EMS നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ഒരാളിൽ മാത്രമായിരുന്നു. EMS നമ്പൂതിരിപ്പാടിൻ്റെ സംഭാവനകൾ മാത്രമാണ് കമ്മ്യൂണിസത്തേക്കുള്ള സംഭാവനകൾ എന്ന മട്ടിൽ ഇവിടെ പലപ്പോഴും കൊട്ടിഘോഷിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് ദാമോദരൻ അടക്കമുള്ള ആളുകൾ ചരിത്രത്തിൽ ഒരു വലിയ പരിധിവരെ വിസ്മൃതരായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഒറിജിനൽ ലീഡേഴ്സിനെ വേണ്ട വിധം ബഹുമാനിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ്. ഈ കെ ദാമോദരനെ കുറിച്ച് പറയുന്നത്, ഈ അദ്ദേഹം കാശി വിശ്വവിദ്യാലയത്തിൽ പഠിക്കുമ്പോൾ തന്നെ പാർട്ടി മെമ്പറായി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ. അവിടെ നിന്നാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുമായിട്ട് ബന്ധം. ഒരു ശ്രദ്ധാനന്ദ് ഓംകാർനാഥ് ശാസ്ത്രി, അതെ, അങ്ങനെ ഒരാളുമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ബന്ധം ഉണ്ടായിരുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയൊക്കെ അദ്ദേഹം ക്ലാസ്മേറ്റ് ആയിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി അദ്ദേഹത്തിന് ക്ലാസ്മേറ്റ് ആയിരുന്നു. അപ്പോൾ ഓംകാർനാഥ് ശാസ്ത്രി വഴിയാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത്. മറ്റു 3 ആളേക്കാൾ മുമ്പേ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നയാൾ ദാമോദരൻ ആയിരിക്കണം. കാരണം ദേശീയ തലത്തിലുള്ള പാർട്ടിയോട് അദ്ദേഹത്തിന് ബന്ധമാണ്. ഈ ആളുകൾ കേരളത്തിലുണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ. ശേഖറും EMS-ഉം കൃഷ്ണപിള്ളയൊക്കെ ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. 37-ലാണ് സത്യത്തിൽ അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കുന്നത് തന്നെ. അത് SB ഘാട്ടെ വന്നതിന് ശേഷമാണ്. അത് ആ സമയത്ത് അവർ രഹസ്യമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോഴും അവർ CSP തന്നെയാണ്, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെയാണ്. 39-ന്റെ എൻഡിലാണ് പാറപ്പുറം സമ്മേളനത്തോടുകൂടി അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് കൃഷ്ണപിള്ളയുടെ പ്രഖ്യാപനത്തോടുകൂടി, അദ്ദേഹം ആണ് അന്ന് സെക്രട്ടറി ആയിട്ട് വരുന്നത്, പ്രഖ്യാപനത്തോടുകൂടി വരുന്നത്. അപ്പം അതിൽ തീർച്ചയായും ദാമോദരൻ്റെ ഒരു സംഭാവന നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ, അദ്ദേഹം പൊന്നാനിയിൽ ജനിച്ച ആളാണ്. പൊന്നാനിയിൽ അതെ, പൊന്നാനി ഭാഗത്ത് തിരൂർ. അവിടെയുള്ള കർഷക സമരങ്ങളുടെ ഒരു വലിയ
ഒരു പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ അനുഭവങ്ങൾ അദ്ദേഹം സ്വായത്തമാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മലയാളികൾ എന്ന നിലയിൽ നമ്മൾ ദാമോദരനെ അനുസ്മരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് ഈ മലയാളത്തിലെ കേരളത്തിൻ്റെ ഈ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങളെ നാടകത്തിലൂടെ പുറത്തു കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ പാട്ടബാക്കി, രക്തപാനം എന്ന് പറഞ്ഞിട്ട് വേറൊരു നാടകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പക്ഷേ പാട്ടബാക്കി ഇന്നും കേരളത്തിലൊരു ഒരു പൊളിറ്റിക്കൽ തിയേറ്റർ, പൊളിറ്റിക്കൽ ലിറ്ററേച്ചർ, അതിനകത്തൊരു ഏറ്റവും പ്രഥമ സ്മരണ അർഹിക്കുന്ന ഒരു 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 കൃതിയായിട്ട് കാണും. അത് ദാമോദരൻ എഴുതി തയ്യാറാക്കേണ്ട, പക്ഷേ പലരും അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലെനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം, തെക്കേ മലബാറിലെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൻ്റെയാണ് അദ്ദേഹം ആ നാടകം എഴുതുന്നത്. പക്ഷേ മലബാറിലെ കമ്മ്യൂണിസ്റ്റ് പിന്നെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് വടക്കേ മലബാറില്ല. പക്ഷെ തെക്കേ മലബാറിലെ ആക്ച്വലി മാപ്പിള കലാപങ്ങളുടെ, മാപ്പിള സമരങ്ങളുടെ പശ്ചാത്തലത്തിലുള്ള ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് അത്. മാത്രമല്ല അതിൽ കിട്ടുണ്ണിയെന്നോ ഏറ്റവും പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ് അതിൽ. അദ്ദേഹം എന്തൊരു മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ പോകണം. കിട്ടുണ്ണി ജയിലിൽ പോകുന്ന സമയത്ത് ഒരു മുഹമ്മദ് എന്നോ ഏറ്റവും പറഞ്ഞൊരു മാപ്പിളയാണ് ജയിലിൽ വെച്ച് ഇദ്ദേഹത്തെ കമ്മ്യൂണിസം ഉപദേശിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ സത്യത്തിൽ കേരളത്തിൽ ഇന്ന് ഈ പിണറായി വിജയനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ വിജയരാഘവനെ പോലുള്ള ആളുകൾ, സ്വരാജിനെ പോലുള്ള ആളുകൾ ഈ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഇങ്ങനെ നിരന്തരം വാചകടിക്കുന്ന സമയത്ത് ഈ പാട്ടബാക്കിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കുന്നത് നല്ലതല്ലേ? കാരണം അവരുടെ നാട്ടിൽ, ഈ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് വന്നത് പാട്ടബാക്കിയിൽ. കമ്മ്യൂണിസം ആക്ച്വലി സാധാരണക്കാരനായ ഒരു തൊഴിലാളി, ഒരു പാവപ്പെട്ടവനെ മനസ്സിലാക്കി കൊടുക്കുന്നത് ഒരു മുസ്ലിമാണ്. അതുമാത്രമല്ല, അത്ഭുതകരമായ ഒരു കാര്യം, പൊന്നാനിയിലെ ബീഡി തൊഴിലാളി സമരത്തിൽ ദാമോദരൻ ആണ് അതിൻ്റെ നേതാവ്. അതെ അതെ ബീഡി ഫാക്ടറിയുടെ മുതലാളിമാർ മുഴുവൻ മുസ്ലിങ്ങളാണ്, തൊഴിലാളികൾ മുഴുവൻ മുസ്ലിങ്ങളാണ്, നേതാവ് ദാമോദരനാണ്. അപ്പോൾ അന്ന് ആ സമരത്തെ പറ്റി പറയുന്നത് ഒരേ സമയം ഇൻകുലാബ് സിന്ദാബാദും അല്ലാഹു അക്ബറും മുഴക്കിയിട്ടാണ് പ്രകടനങ്ങൾ. അതെ അതെ അതെ. അത് മാത്രമല്ല, ആ സമരം ഏതാണ്ട് തകർച്ചയിലേക്ക് പോയ ഘട്ടത്തിൽ ദാമോദരൻ ഒരു പോസ്റ്റർ എഴുതി ഒട്ടിക്കുകയാണ് പോലും, ഈ വിപ്ലവത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറുള്ളവർക്ക് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ അനുയായികൾ കരുതിയ ദാമോദരൻ്റെ തല തിരിഞ്ഞു പോയിന്നാണ്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ അങ്ങനെ ഒരു സ്ഥലമാണ്, ആ തരത്തിലൊരു വിപ്ലവ പാരമ്പര്യ സ്ഥലമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ദാമോദരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പ് കയറ്റുമ്പോൾ മുസ്ലിം സ്ത്രീകൾ വന്നിട്ട് ജീപ്പ് തടഞ്ഞു, വലിയ സംഘർഷം ഉണ്ടായി. അത് കേട്ടിട്ട് ദാമോദരനെ ആ തറവാട്ടിൽ നിന്ന് പുറത്താക്കിയ കാരണവർ പറഞ്ഞു പോലെ ഉമ്മച്ചികൾ വന്നിട്ടാണ് ഇപ്പോൾ ദാമോദരനെ സംരക്ഷിക്കാൻ നോക്കുന്നത്, അവന് ആകെ നശിച്ചു പോയി എന്നുള്ളത്. ദാമോദരന് മാത്രം സാധ്യമായ അല്ല, ദാമോദരൻ സത്യത്തിൽ അതുകൊണ്ടാണ് ദാമോദരനടക്കമുള്ള ആളുകളെ, ദാമോദരൻ എന്നതുകൊണ്ട് ഇന്ന് വളരെ ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു കൾച്ചറിൽ, അങ്ങനെ ഒരു രാഷ്ട്രീയ പരിസരത്തിൽ നിൽക്കുമ്പോൾ ദാമോദരൻ പോലെ ഒരാൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പരാജയമാണ്. സത്യത്തിൽ ദാമോദരനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ദാമോദരൻ എന്താ പറയുക കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു രാഷ്ട്രീയ അന്തരീക്ഷം, സാമൂഹിക അന്തരീക്ഷം, അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മനസ്സിലാക്കി ഇന്നത്തെ ഈ ദുരന്തം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ അവസ്ഥയിൽ ഈ പാർട്ടി എത്തുമായിരുന്നില്ല. അതാണ് ഒരു വലിയ കാര്യം. പക്ഷേ രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, അപ്പോൾ കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയം മാത്രമല്ല സാംസ്കാരിക മേഖലയിലും അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വളരെ വലുതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, രാഷ്ട്രീയത്തിനപ്പുറം ചിന്താപരമായിട്ട് എനിക്ക് തോന്നുന്നത് ദാമോദരൻ യഥാർത്ഥത്തിൽ മലയാളികൾക്ക് നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. അദ്ദേഹം ഈ ഇടതുപക്ഷ ആശയങ്ങൾ, ഇടതുപക്ഷ സാഹിത്യം, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അടക്കം അത് മലയാളത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ വളരെ അദ്ദേഹത്തിനെയാണ് പരിഭാഷപ്പെടുത്തിയത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ച് 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ അദ്ദേഹം മലയാളിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയുടെ ആത്മാവുണ്ട്, ഭാരതീയ ചിന്തയുണ്ട്, പിന്നെ ഈ 2 പുസ്തകങ്ങളും. ഈ 2 പുസ്തകങ്ങളും സത്യത്തിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഹിസ്റ്ററിയെക്കുറിച്ചും ഇന്ത്യൻ ഫിലോസഫിയെക്കുറിച്ചും ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ച 2 പുസ്തകങ്ങളാണ്. അങ്ങനെ ഒരു ചിന്ത വേറെ ഒരു ഇടതുപക്ഷ ചിന്തകനുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, രസകരമായ ഒരു കാര്യം, ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നേതാവായിരിക്കുമ്പോഴും ഇന്ത്യയുടെ ആത്മാവ് എന്ന പുസ്തകത്തിന് പേരിട്ടതിനെ കുറ്റിപ്പുഴ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ആത്മാവുണ്ടോ, രാജ്യത്തിന് ആത്മാവുണ്ടോ എന്ന് കുറ്റിപ്പുഴ ചോദിക്കുന്നുണ്ട്. അടുത്ത പതിപ്പിൽ അദ്ദേഹം പേര് മാറ്റുന്നുണ്ട്. അവനെപ്പറ്റി പറയുന്നത്, കുറ്റിപ്പുഴയെ പോലെ ഒരു പണ്ഡിതനായ യുക്തിവാദിയായ ഒരാളുടെ വിമർശനം യഥാർത്ഥത്തിൽ വേണമെങ്കിൽ ദാമോദരനെ അവഗണിക്കാം. പക്ഷേ ദാമോദരൻ അതല്ല ചെയ്തത്. ദാമോദരൻ്റെ പേര് മാറ്റി ആ വിമർശനം ഉൾക്കൊണ്ടു. രാജ്യത്തിന് ആത്മാവ്, അതിലൊരു പൊരുത്തക്കേടുണ്ട് എന്നുള്ള നിലയ്ക്ക്.
ഭാരതീയ ചിന്ത അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റാണ്, ഒരു വികസിത രീതിയിലാണ്. അതുപോലെ തന്നെ ജീവൽ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപക നേതാവായിരുന്നു. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം 16ാമത്തെ വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ട് ആദ്യം തിരിച്ചയക്കപ്പെടുന്നു, പ്രായപൂർത്തിയായിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. പിറ്റത്തെ കൊല്ലം വീണ്ടും വന്ന് സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ പോവുകയാണ്. 28ാമത്തെ വയസ്സിൽ അദ്ദേഹം 1940 പൂനെ AICC സമ്മേളനത്തിൽ ഗാന്ധിജി അവതരിപ്പിച്ച പ്രമേയത്തിന് ഭേദഗതി പറയുന്നുണ്ട്. ആ പ്രമേയം പൈലറ്റ് ചെയ്തത് നെഹ്റുവാണ്, ഗാന്ധിയാണ് അവതരിപ്പിക്കുന്നത്. നെഹ്റുവിൻ്റെ പിന്താങ്ങലുണ്ട്. പക്ഷേ നെഹ്റുവും ഗാന്ധിയും അവതരിപ്പിച്ച ഒരു പ്രമേയത്തിന് ഭേദഗതി ഈ ഇത്രയും ചെറുപ്പക്കാരനായ ഒരാൾ പറയുമ്പോൾ ഗാന്ധിക്കും നെഹ്റുവിനും അതിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ദാമോദരനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. പക്ഷേ മറ്റു പലരും ഇങ്ങനെ ഗാന്ധിയൊക്കെ വിമർശിക്കാൻ ആരാന്നുള്ള എനിക്കാണ് ദാമോദരനോട് പറയുന്നത്. ഈ ഒരു വളരെ തീക്ഷ്ണമായ നിലപാടുകൾ അത് ദാമോദരൻ്റെ മാത്രം പ്രത്യേകത. അത് ദാമോദരൻ ഒരു തവണ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് അദ്ദേഹം രാജാവിനെതിരെ നടത്തിയ പ്രസംഗം, പൊന്നു തിരുമേനിമാരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു, ഫ്രാൻസിലും റഷ്യയിലൊക്കെ ചക്രവർത്തിമാരെ ജനങ്ങൾ നിഷ്കാസനം ചെയ്തിരിക്കുന്നവർ. അന്ന് അങ്ങനെ രാജാവിനെ പറ്റി പ്രസംഗിക്കാൻ വേറൊരാൾക്കും ധൈര്യം വരില്ല. അങ്ങനെ നടത്തിയ പ്രസംഗം. അല്ല, അത് ഈ ക്രിട്ടിക്കലായിട്ടുള്ള നിലപാടുകൾ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തിരിക്കുമ്പോൾ തന്നെ സ്വതന്ത്രമായി ചിന്തിക്കാനും നിലപാടുകൾ എടുക്കാനുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു നിലപാട്, ഒരു സന്നദ്ധത പല ഘട്ടങ്ങളിൽ അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 75-ലാന്ന് തോന്നുന്നു താരിഖ് അലിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ, വളരെ അദ്ദേഹം അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ 76-ൽ അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള ഇൻ്റർവ്യൂ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് ലോകത്ത്, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് ലോകത്ത് തന്നെ വലിയ ചർച്ചയാക്കി. കാരണം ന്യൂ ലെഫ്റ്റ് റിവ്യൂവിലാണ് അത് അച്ചടിച്ച് വന്നത്. മാത്രമല്ല ഈ അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാമെന്ന ആൾ താരിഖ് അലിയാണ്. താരിഖ് അലി എന്ന് പറഞ്ഞാൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെയൊക്കെ അകത്ത് നിരുന്ന ആളാണ് അദ്ദേഹം. വിയറ്റ്നാം സമരത്തിൻ്റെ മുൻനിരയിലുണ്ടായിരുന്നു. ചെഗുവേരയെ വെടിവെച്ച് കൊല്ലുന്ന സമയത്ത് അദ്ദേഹം ലാറ്റിൻ അമേരിക്കയിലുണ്ട്. അദ്ദേഹം സോവിയറ്റ് യൂണിയനിൽ പോയിട്ട് അതിൻ്റെ ആഭ്യന്തര നേതാക്കളുമായിട്ട് നിരന്തരം സംവദിച്ചിട്ടുണ്ട്. അദ്ദേഹം ചൈനയിൽ വിപ്ലവം നടന്ന ഉടനടി തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകത്ത് പിന്നെ 68-ലെ പിന്നെ പാരീസിലും ലണ്ടനിലും യുവജനങ്ങൾ വലിയ കലാപങ്ങൾ കൂട്ടി. ലണ്ടനിൽ അതിന് ഏറ്റവും വലിയ നേതാവ് അന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ മുൾമുനയിൽ നിർത്തിയ ആളാണ് ഈ കക്ഷി. അങ്ങനെയുള്ള താരിഖ് അലിയാണ് സത്യത്തിൽ വരുന്നത്. അങ്ങനെയുള്ള താരിഖ് അലി ദാമോദരനോട് ഇൻ്റർവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞപ്പോഴാണ് മലയാളിയിൽ പലരും അയ്യോ ഇതാരാണ് ദാമോദരൻ എന്ന് മനസ്സിലാക്കിയത്. പക്ഷേ അതിൽ രസമുള്ളൊരു കാര്യം, ദാമോദരൻ ആരോടും താൻ ആരാണെന്നോ തൻ്റെ പിന്നെ പാരമ്പര്യം ഇതാണെന്നോ തൻ്റെ പ്രവർത്തനം ആരോടും പറയും. ഇത് എഴുതിയിട്ടുള്ളത് ജൈറസ് ബാനർജി എന്ന് പറഞ്ഞൊരു ഹിസ്റ്റോറിയൻ ഉണ്ട്. അതായത് 70കളുടെ അവസാനത്തിൽ ഈ പിന്നെ JNU രൂപീകരിച്ച സമയത്ത് JNUവിൻ്റെ സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, നമ്മുടെ ബിപിൻ ചന്ദ്ര, റോമില താപ്പർ, KN മണിക്കർ ഇവരൊക്കെ അവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു KN മണിക്കർ വീട്ടിലാണ് ദാമോദരൻ താമസിച്ചിരുന്നത് എന്ന്. അവർക്ക് ഒരു മുറിയായിരുന്നു. അതെ, അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഉള്ള സമയത്ത് ഈ PC ജോഷിയുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു ICHR ഫെലോഷിപ്പിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം JNUവിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം താരിഖ് അലി അദ്ദേഹത്തെ വന്ന് കാണുന്നു, ഇൻ്റർവ്യൂ ചെയ്യുന്നതും. പക്ഷെ അതിന് മുമ്പുണ്ടായൊരു കാലത്തെക്കുറിച്ച് ജൈറസ് ബാനർജി എഴുതിയത്, ഇദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയാമായിരുന്നില്ല, അദ്ദേഹം ഒന്നും പറയൂല. പക്ഷെ പിന്നീടാണ് ഇദ്ദേഹം ദാമോദരൻ്റെ ജീവിതത്തിൻ്റെ പല അധ്യായങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് എഴുതിയിട്ട്. കാരണം ദാമോദരൻ ആരോടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊന്നും ഒരിക്കലും ആരോടൊന്നും പറയാൻ താല്പര്യം കാണിച്ചിരുന്നില്ല. പക്ഷേ ഈ താരിഖ് അലിയുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹം നിരവധി സംഭവങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന 26ാം കോൺഗ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഈ ക്രുഷ്ചേവിൻ്റെ റെവല്യൂഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം വളരെ ആഴത്തിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്കൊന്നും അത് സത്യത്തിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചത് ഞങ്ങൾക്ക് സ്റ്റാലിനായിരുന്നു ഞങ്ങളുടെ ദൈവം, എൻ്റെ ഐഡൽ, ഞങ്ങളുടെയൊക്കെ ഐഡൽ ആയിരുന്നു. അപ്പോൾ അത് ട്രോട്സ്കി മോശക്കാരനാണ്, ബുക്കാറിൻ മോശക്കാരനാണ്, റോസാ ലക്സംബർഗ് മോശക്കാരനാണ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ മോശക്കാരാണ്, അവരൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ് എന്ന് ഞാൻ പ്രസംഗിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ പിന്നീട് അതൊക്കെ അദ്ദേഹത്തെ സ്റ്റാലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എൻ്റെ നിലപാട് മാറ്റിയെങ്കിലും പിന്നെ ഞാനൊരു ഐഡലിനെയും സ്വീകരിച്ചു, ഞാനൊരു ഐഡൽ വർഷിപ്പർ അല്ല എന്ന് അദ്ദേഹത്തിന് പറയും. വിഗ്രഹം തകർന്നു, അദ്ദേഹം വിഗ്രഹ ആരാധകനും അല്ല എന്ന്. പക്ഷേ അത് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ പറയുന്നത് ആക്ച്വലി ഇപ്പോൾ പോലും നമ്മൾ വേണ്ട വിധം മനസ്സിലാക്കാൻ ശ്രമിക്കുക കൂട്ടരാണ് ഈ ബുക്കാറിൻ, അതുപോലെ തന്നെ റോസാ ലക്സംബർഗ്, ട്രോട്സ്കി,
ഗ്രാംഷി, ഇങ്ങനെയുള്ള പേരുകൾ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം ഇവരെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം, പക്ഷേ അതിപ്പോൾ കഴിഞ്ഞിട്ടിപ്പോൾ 50 വർഷത്തോളമായി ഇപ്പോഴും നമ്മുടെ ഇടതുപക്ഷത്തിലോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലോ ഈ ഒരു ഒരു വലിയ സെറ്റ് ഓഫ് തിങ്കേഴ്സ് അവരെക്കുറിച്ചുള്ള ഒരു ആലോചനയോ അവരെക്കുറിച്ച് പഠിക്കാനുള്ള നീക്കങ്ങളോ ആ തരത്തിൽ കമ്മ്യൂണിസത്തെ ഒരു പുതിയ മട്ടിൽ മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളോ നടക്കുന്നില്ല. അതിൽ അദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിൻ്റെ ഒരു ഡെഫിസിറ്റ്, ജനാധിപത്യ സംവിധാനം, ജനാധിപത്യ പ്രവർത്തനങ്ങൾ, ഈ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം നിരന്തരം അതിനകത്ത് ഉദ്ഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കൽക്കത്ത തിസിസ് അടക്കമുള്ള കാര്യങ്ങളിലുണ്ടായിരിക്കുന്ന വലിയ തെറ്റുകൾ, അതിനോടൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് വളരെ പരസ്യമായിട്ട് അദ്ദേഹം പറയുന്നത്. അതെ, അത് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ, പിന്നെ 57 സർക്കാരിനെ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ചില റെവലേഷൻസ് അതിലുണ്ട്. അതിലൊന്ന് അദ്ദേഹം പറയുന്നത്, ഈ 57 സർക്കാർ ഒന്ന് ഇടതുപക്ഷ സർക്കാരാണ്, തൊഴിലാളി വർഗ സർക്കാരാണ്. പക്ഷേ ചന്ദനത്തോപ്പിൽ തൊഴിലാളികളെ വെടിവെച്ചു, 3 തൊഴിലാളികൾ വെടിവെച്ചു. ഈ സംഭവം നടക്കുന്ന സമയത്ത് CPIയുടെ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം നടക്കുമ്പോഴാണ് ഈ വിവരം അറിയുന്നത്. കമ്മിറ്റിയിലെല്ലാവരും ഭയങ്കര ക്ഷുഭിതരായി, അങ്ങനെ വെടിവെക്കാൻ പാടുണ്ടോ, തൊഴിലാളികൾ വെടിവെക്കുന്നത് ഇടതുപക്ഷ സർക്കാരിനെ നിയോഗിച്ചതാണോ, വലിയ ബഹളായി. പക്ഷേ പറഞ്ഞു അവസാനം വെടിവെപ്പിനെ ന്യായീകരിക്കുന്ന അവസ്ഥ എത്തി. കാരണം വെടിവെക്കേണ്ട സാഹചര്യമാണ് സർക്കാരിൻ്റെ ഗവൺമെന്റിനെ അട്ടിമറിക്കുക. അതെ, അപ്പോൾ ആ നിലയിൽ അതിനെ എല്ലാം കൂടി ട്വിസ്റ്റ് ചെയ്ത് അവസാനം പിന്നെ യോഗത്തിൽ വെച്ച് തീരുമാനിച്ചത് പിന്നെ വെടിവെപ്പിനെ ന്യായീകരിച്ച് അവിടെ ഒരു പൊതുയോഗം വിളിച്ചവരാണ്. അപ്പോൾ അതിൽ ഏറ്റവും ശക്തിയായിട്ട് നിലപാടെടുത്ത ആൾ, അതിനെ അതിശക്തമായി അപലപിച്ച ആൾ ദാമോദരനാണ്. അതുകൊണ്ട് ദാമോദരൻ തന്നെ പോയി പ്രസംഗിക്കണം എന്ന് അദ്ദേഹത്തെ അതിനു വേണ്ടി ചട്ടം കെട്ടി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദാമോദരൻ അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരനാണ്. അദ്ദേഹം പോയി പ്രസംഗിച്ചു. അയാൾ പക്ഷേ വല്ല പറയുക, ഞാൻ എൻ്റെ ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കി, അത് എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്ത വിധം കോലാഹലമുണ്ട്. പിന്നെ ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരും, മദ്യപിച്ച് മതോന്മത്ത അലമ്പായി ഛർദ്ദിച്ചു എന്ന് അദ്ദേഹം തുറന്ന് പറയുന്നുണ്ട്. എനിക്ക് ഓക്കാനം വന്നു എന്നാണ്. അപ്പോൾ 2 സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, ഓങ്കാർനാഥ് ശാസ്ത്രിക്കെതിരെ അന്ന് UP പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ഭരദ്വാജ് ഒരാരോപണം കൊണ്ടുവന്നു. ഓങ്കാർനാഥ് ശാസ്ത്രി ട്രോട്സ്കിയുടെ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് ആക്ഷേപം. ഓങ്കാർനാഥ് ശാസ്ത്രിയാണ് ദാമോദരനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ദാമോദരൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ദാമോദരന് ട്രോട്സ്കിയുടെ ചില പുസ്തകങ്ങൾ ശാസ്ത്രി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ശാസ്ത്രി ദാമോദരനോട് പറഞ്ഞു, ഇത് പാർട്ടിയുടെ കമ്മീഷൻ വരുമ്പോൾ ആ കാര്യം പറയരുത്. പക്ഷേ ദാമോദരൻ കടുത്ത പാർട്ടി അച്ചടക്കമുള്ള പാർട്ടിക്കാരുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഓങ്കാർനാഥ് ശാസ്ത്രി ട്രോട്സ്കിയുടെ പുസ്തകങ്ങൾ എനിക്ക് തന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ മനുഷ്യൻ പാർട്ടിയിൽ നിന്ന് പുറത്തായി. രണ്ടാമത്തെ സന്ദർഭം, മധുര പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് ഒരു രേഖ EMS രേഖ അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ ആളായിട്ട് വന്നിട്ട് ഇന്ത്യയിലെ വിപ്ലവ സാഹചര്യത്തെക്കുറിച്ചുള്ള ഒരു രേഖയിൽ ദാമോദരൻ്റെ എതിരഭിപ്രായം വന്നു. ദാമോദര യോഗത്തിൽ ആ ചോദ്യം ചോദിച്ചു, EMSനോട് ചോദിച്ചു, അത് ഇങ്ങനെയല്ലല്ലോ, ശരിയല്ലല്ലോ, വിയോജിപ്പുണ്ട്. അപ്പോൾ EMS ചോദിക്കുന്നത്, ഇതൊരു EMS ഉയർത്തി കാണിച്ചപ്പോൾ അതിനകത്തൊരു നീല മഷി കൊണ്ട് അടിയിൽ വരച്ചിട്ടുണ്ട്. EMS ചോദിച്ചാൽ, ഇതിന് ഈ വരയിട്ട് ആരാന്ന് തനിക്കറിയാമോ എന്നാണ്. ദാമോദരൻ അറിയില്ല. EMS പറഞ്ഞു, അത് സ്റ്റാലിനാണ്. അതോടുകൂടി ചോദ്യമായി. അപ്പോൾ പാർട്ടി അച്ചടക്കം എന്നുള്ള ഇത്രയേറെ അച്ചടക്കം സൂക്ഷിച്ച ഒരാളാണ് പിന്നീട്. അല്ല, അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഞാൻ ആ നിലപാടുകൾ മാറ്റിയതിനെക്കുറിച്ച്, തനിക്ക് ഉള്ള വിയോജിപ്പുകളെക്കുറിച്ച്, ഇടതുപക്ഷത്തിൻ്റെ മൊത്തം അത് ആക്ച്വലി അത് പറയുമ്പോൾ പോലും സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടില്ല. സോവിയറ്റ് യൂണിയൻ തകരുന്നതിന് ഒരു 15-17 വർഷം മുമ്പാണ് ദാമോദരൻ നമ്മൾ ചെന്ന് ചേരാൻ പോകുന്ന ലോക ഇടതുപക്ഷം തന്നെ എത്തിപ്പെടാൻ പോകുന്ന പ്രതിസന്ധിയെ. കാരണം ആ സമയത്ത് ലോകത്ത് വലിയ ഇടതുപക്ഷത്തിൻ്റെ വിയറ്റ്നാം വിപ്ലവം നടക്കുന്ന സമയമാണത്. വിയറ്റ്നാം വിമോചനത്തിൻ്റെ സമയമാണ്. മാത്രമല്ല ബ്രഷ്നേവ് ആ സമയത്ത് ഈ സോഷ്യലിസത്തിന് 2ാം ഘട്ടത്തിലേക്ക് എത്തിയിട്ട് 3ാം ഘട്ടത്തിൽ സോഷ്യലിസം ഈ കമ്മ്യൂണിസത്തിലേക്ക് എത്തും എന്ന് അവരുടെ പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന സമയത്താണ് ദാമോദരൻ പറയുന്നത്. വലിയ പ്രതിസന്ധികൾ നമ്മൾ നേരിടുന്നുണ്ട്. അത് ഹംഗറിയിലെയും ചെക്കോസ്ലോവാക്യയിലെയും സോവിയറ്റ് ഇടപെടലിനെ അവിടങ്ങളിൽ ഉയർന്നു വന്ന ജനകീയ സമരങ്ങളൊക്കെ ദാമോദരൻ സൂക്ഷ്മമായിട്ട് പഠിച്ചിരുന്നു എന്നുള്ളതാണ്. C. അച്യുതമേനോനും അങ്ങനെയുള്ള നിലപാടുകളുണ്ടായിരുന്നു. പക്ഷേ അച്യുതാനന്ദൻ ഈ അക്ഷരത്തിലേക്ക് പോയിരുന്നില്ല. ദാമോദരൻ കുറേ കൂടി തീവ്രമായിട്ട് അതിനെ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ദാമോദരൻ അങ്ങനെ ഈ സോവിയറ്റ് യൂണിയനകത്തൊക്കെ ഒരു പുതിയ വർഗം
വളർന്നു തിരിച്ചറിയാൻ അത് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല അതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും നൽകിയിരുന്നു. കൊടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് പേര് മാത്രം, സത്യത്തിൽ 70കളൊക്കെ ആയപ്പോഴേ അങ്ങനെ ലോകത്ത് വളരെ കുറച്ച് പേര് അങ്ങനെ ഒരു നിലപാടെടുത്തു. മിലോവൻ ജിലാസ് യൂഗോസ്ലാവിയയിലുണ്ടായിരുന്ന അദ്ദേഹമാണ് ന്യൂ ക്ലാസ്. പിന്നെ ചില അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ലൂക്കാച്ചിനെ പോലുള്ള ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് കുറച്ച് അത്തരം നിലപാടുകൾ എടുത്തത്. പക്ഷേ ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നത് ദാമോദരൻ അല്ലാതെ വേറെ ആരും അങ്ങനെ ഒരു ക്രിട്ടിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് എടുത്തിരുന്നില്ല. അദ്ദേഹം സത്യത്തിൽ എനിക്ക് തോന്നുന്നു ആ സമയത്തൊക്കെ അദ്ദേഹം എല്ലാ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള എല്ലാ സ്റ്റേജിൽ നിന്നും മാറിയിട്ടുണ്ട്. അദ്ദേഹം അക്കാദമിക് ഫീൽഡിലേക്ക് മാത്രം പോയി. അദ്ദേഹം PC ജോഷിയും ചേർന്നിട്ട് ആ സമയത്ത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്സ് കംസ് ടു ഇന്ത്യ എന്നുള്ള പേരിൽ ഒരു വോള്യൂം രണ്ടുപേരും കൂടി ചേർന്ന് ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് ഇറക്കിയിരുന്നു. പക്ഷേ അതിന് ശേഷം അത് ആ പ്രോജക്റ്റ് എത്രത്തോളം മുമ്പോട്ട് ചെയ്യുന്ന എനിക്കറിയില്ല. എന്തായാലും ശരി, അദ്ദേഹം പ്രധാനമായിട്ട് അക്കാദമിക് രംഗത്തേക്ക്, ചിന്താപരമായ രംഗത്തേക്ക് മാറുകയുണ്ടായി അവസാന കാലത്ത്. എന്തായാലും 50 വർഷം തികയുമ്പോൾ ദാമോദരനെ കുറിച്ച് കുറെ കൂടി ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു ഘട്ടമായിട്ടുണ്ട്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരിച്ചടി മാത്രമല്ല, അതിൻ്റെ ഉജ്ജ്വലമായിട്ടൊരു പാരമ്പര്യം. നമ്മൾ ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇപ്പോൾ ആളുകളൊക്കെ കളിയാക്കും. കാരണം എന്തെങ്കിലും ചില്ലറ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിച്ച് അദാനി ഇതാനൊക്കെ പറഞ്ഞിട്ടില്ല അത്തരത്തിലുള്ള രൂപത്തിലേക്ക് ഇന്ന് ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അസാധാരണമായിട്ടുള്ള ത്യാഗോജ്വലമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു പാരമ്പര്യം നിലനിർത്തിയ ഒരു പ്രസ്ഥാനമാണത്. ഈ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേർ അവകാശികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ടായിരുന്നു. ആ ഓർമ്മകൾ സത്യത്തിൽ നമുക്ക് നമ്മുടെ പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നത് വഴി മാത്രമേ ഒരു പുതിയ ഇടതുപക്ഷത്തെ ബിൽഡ് ചെയ്യാൻ കഴിയൂ. പുതിയ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐക്കൺസിൽ ഒരാളായിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രകളിൽ ഒരാളായിട്ട് വരേണ്ട ഒരാളാണ് ദാമോദരൻ. കാരണം അദ്ദേഹത്തിൻ്റെ സംഭാവന ആ തരത്തിൽ വളരെ ഡീപ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് ആ നിലയ്ക്ക് പഠിക്കപ്പെടുന്നു പ്രതീക്ഷിക്കാം നമുക്ക്.